പിന്നെ ഇയാളൊരു കൊടും ക്രിമിനലാണോ എന്നൊക്കെയുള്ള സംശയം ഉയർന്നു വരികയാണ്. പക്ഷേ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല സെബാസ്റ്റ്യൻ എന്ന പ്രതി എന്നുള്ളതാണ്. കൃത്യസമയത്ത്, നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അയാൾക്ക് പ്രമേഹമുണ്ട്. അപ്പോൾ ഭക്ഷണമൊന്നും അത് ക്രമം തെറ്റാൻ പാടില്ല, സമയം തെറ്റാൻ പാടില്ല, അങ്ങനെയൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. പോലീസിനെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയുമാണ്, ഈ തെളിവുകളൊക്കെ കണ്ടെത്തി ഇത് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇയാളുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് എന്താണ്? നമുക്കിപ്പോൾ 4 തിരോധാന കേസുകൾ അന്വേഷിക്കുന്ന പോലീസ് പല പല ഘട്ടങ്ങളിൽ കാണാതായ ആളുകളാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് കാണാതായതും കഴിഞ്ഞ വർഷം വരെ കാണാതായവർ. അപ്പോൾ ഇയാളിലേക്ക് ഇത് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? ഇയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് എന്താണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ 3 സ്പോട്ടുകളായിരുന്നു പോലീസിന് വീട്ടിൽ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് 4മതൊരു സ്പോട്ട് കൂടി ഇപ്പോൾ ഇതാ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ ഒരു കോൺക്രീറ്റ് പാകിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പറമ്പാണ്. ആ പറമ്പിൽ ഒരു കോൺക്രീറ്റ് പാകി മൂടി വെച്ചിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അത് വീടിൻ്റെ സമീപത്താണ്. ആ ഭാഗം ഇപ്പോൾ ഇത് പൂർണ്ണമായും പൊളിച്ചിരിക്കുകയാണ് അനുജ. ആദ്യഘട്ടത്തിൽ തന്നെ JCBയുടെ കൈ അതിലേക്ക് ഇട്ടപ്പോൾ തന്നെ അസ്ഥിക്ക് സമാനമായ ഉരുണ്ട രൂപത്തിലുള്ള ഒരു വസ്തു കിട്ടിയിട്ടുണ്ട്. വെളുത്ത നിറത്തിലുള്ള ഒരു വസ്തു കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് തലയോട്ടിയുടെ ഭാഗമാണോ എന്നുള്ള സംശയമാണ് പ്രധാനമായും ഇപ്പോൾ ഉള്ളത്. ആ സ്പോട്ട് ഇതുവരെ സംശയത്തിലുണ്ടാകാതിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന, നമുക്ക് മാത്രമുള്ള ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് ഈ പരിശോധന നടത്തുന്നത്. അവിടെ എക്സ്കവേറ്റർ എത്തിച്ചാണ് ആ കോൺക്രീറ്റ് പാളികൾ പൊളിച്ച് അതിന് ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടക്കുന്നു. നിലവിൽ ഒരു അസ്ഥിയുടെ അത് സംശയിക്കുന്ന വെളുത്ത നിറത്തിലുള്ള ഉരുണ്ട വസ്തു കിട്ടിയിട്ടുണ്ട്. അത് നിലവിൽ ഇവർ ഫോറൻസിക് സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടു മനസ്സിലാക്കിയ കാര്യം. എന്തായാലും ആ പരിശോധനാ ഫലം അത് ഫോറൻസിക്കിനെ വളരെ വേഗം തന്നെ കണ്ടെത്താൻ സാധിക്കും. എന്താണ് ഈ വസ്തു എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്കതിലൊരു സ്ഥിരീകരണം നൽകാനാകും. എന്തായാലും ആ പരിശോധന ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ്. 2.5 ഏക്കർ വരുന്ന സ്ഥലമാണ്. അതിലൊരു 4-5 സെൻറ്റ് മാത്രമാണ് ഇതുവരെ പരിശോധിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കൂടുതൽ പറമ്പ് വൃത്തിയാക്കുന്ന ജോലികളും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നു. എന്തായാലും ആ കോൺക്രീറ്റ് പാളി ഉണ്ടായിരുന്ന ഭാഗം, ആ കോൺക്രീറ്റ് പൂർണ്ണമായും പൊളിച്ചു മാറ്റി. ഇപ്പോൾ ആ കുഴിയിലുള്ള മണ്ണ് പൂർണ്ണമായും എടുത്ത് പുറത്തേക്കിടുകയാണ്. അതിൽ നിന്നും കൂടുതലായി എന്തെങ്കിലും കാണാനാകുമോ എന്നുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഒരു സ്ഥലത്തല്ല ഇയാൾ ഡംപ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സ്ഥലത്തിൻ്റെ പല സ്ഥലങ്ങളിലായി 2.5 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ പുരയിടത്തിൻ്റെ പല സ്ഥലങ്ങളിലായി ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കെഡാവർ നായ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു കൊന്ത കണ്ടെത്തിയിരുന്നു. ഒപ്പം നേരത്തെ നമ്മൾ സംശയിച്ചിരുന്ന കുളത്തിൽ നിന്ന് വസ്ത്രങ്ങളുടെ ശേഷിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സെബാസ്റ്റ്യനെ കുറിച്ചുള്ള കാര്യത്തിലേക്ക് വന്നാൽ, സെബാസ്റ്റ്യൻ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ച് അവരെ സെബാസ്റ്റ്യൻ്റെ വശത്താക്കി കെണിയിലാക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ബിന്ദു മുതൽ ഐഷയും ജൈനമ്മയുമൊക്കെ ആ ഒരു ചതിയിൽ വീണ ഇയാൾക്കൊപ്പം കൂടിപ്പോയ ആളുകളാണ്. നിലവിൽ എന്തായാലും ഇപ്പോൾ ജൈനമ്മയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ പശ്ചാത്തലത്തിലാണ്, അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഈ വീട് മുഴുവൻ പരിശോധന നടത്തുന്നത്. ഐഷയുമായി ബന്ധപ്പെട്ട കേസാണ് സെബാസ്റ്റ്യനെ ഒരുപക്ഷെ പോലീസിലേക്ക് കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ തിരോധാന പരമ്പരകളിൽ ആദ്യം ഒരു പരാതിയായി പോലീസിന് മുന്നിൽ എത്തുന്നത് അത് ഐഷയുടെ തിരോധാന കേസാണ്. 2012 നവംബർ 13 ഐഷയെ കാണാനില്ല എന്ന പരാതി പോലീസിന് മുന്നിൽ എത്തുന്നത്. പക്ഷേ അത് കൃത്യമായ അന്വേഷണം അതിൽ നടന്നില്ല. പിന്നീട് 2017 ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് ഔദ്യോഗിക പരാതിയായി സെബാസ്റ്റ്യനെതിരെ പോലീസിന് മുന്നിലെത്തുന്നു. പക്ഷേ അതിൽ പല കള്ളക്കളികളും നടന്നു എന്നുള്ള ആരോപണം വരുന്നുണ്ട്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ സെബാസ്റ്റ്യൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ഈ കേസ് ഇല്ലാതാക്കി എന്നുള്ള ആരോപണം ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിലടക്കം ഉന്നയിച്ചതുമാണ്. എന്തായാലും അതൊക്കെ ഇനി ആ കള്ളികളൊക്കെ പുറത്തു വരും. അന്ന് ഇതിൻ്റെ അന്വേഷണ തലപ്പത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇന്ന് റിട്ടയറായി. അന്ന് ഏറെ കുപ്രസിദ്ധി ആർജിച്ച ഈ മോൺസൺ മാവുങ്കൽ കേസിലടക്കം കുപ്രസിദ്ധി ആർജിച്ച ആളായ S. സുരേന്ദ്രനാണ് ഈ കേസിൻ്റെ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായി ഉണ്ടായിരുന്നത്. അന്ന് അദ്ദേഹം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയായിരിക്കുമ്പോഴാണ് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് വരുന്നതും അതുമായി ബന്ധപ്പെട്ട് ഈ കേസ് അട്ടിമറിക്കാൻ
ഇടപെട്ടു എന്നടക്കമുള്ള ആരോപണം ഈ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിലൊക്കെ ഉന്നയിച്ചതും എന്തായാലും അതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും കുത്തിപ്പൊക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതി നൽകാനുള്ള സാധ്യതകളൊക്കെ നിലവിൽ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ ആ അവസാനത്തെ അസ്ഥികഷ്ണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വന്നാൽ അത് ഫോറൻസിക് സംഘത്തിൻ്റെ കയ്യിലേക്ക് കൈമാറിയിട്ടുണ്ട്. അത് എന്താണ്, ഒരു തലയോട്ടിയുടെ മുകൾ ഭാഗമാണോ എന്നുള്ള സംശയം നിലവിൽ ഉണ്ട്. അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം അതിൽ വിശദമായ പരിശോധന നടത്തുകയാണ്. എന്തായാലും അനുജ, ഈ 2.5 ഏക്കറിൽ വ്യാപകമായി ഇന്ന് പരിശോധന നടക്കും. രാത്രി വൈകിയും ഒരുപക്ഷെ പുലർച്ചെ വരെയും നീണ്ട പരിശോധനയായിരിക്കും ഉള്ളത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട്. ഇപ്പോൾ അശ്വിനി സ്പോട്ടിൽ ഉണ്ടല്ലോ, അവിടെ ഇയാൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഓരോ സ്പോട്ടിലും മാറി മാറി പരിശോധന നടത്തുമ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രദേശങ്ങൾ കാട്ടിക്കൊടുക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലേക്ക് അയാൾ സഹകരിക്കുന്നുണ്ടോ? അതോ പോലീസ് സ്വമേധയാ ഇങ്ങനെ ഓരോ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണോ? അനുജ, നിലവിൽ ഒരു സഹകരണവും ഈ വീട്ടിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. നിലവിൽ ഇയാൾ ഈ അന്വേഷണ സംഘത്തിന് ഒപ്പമുണ്ടെങ്കിലും പരിശോധന നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇയാളെ എത്തിച്ചിട്ടില്ല. ഈ സെബാസ്റ്റ്യൻ ഇപ്പോൾ ഉള്ളത് ഇയാളുടെ വീടിനകത്താണ്. ആ വീടിനകത്ത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കോട്ടയം, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇയാളോട് പല കാര്യങ്ങളും മറിച്ചും തിരിച്ചും ചോദിക്കുന്നുണ്ട്. പക്ഷേ മൗനമാണ് മറുപടി. തലയാട്ടുന്നുണ്ട്, എനിക്കറിയില്ല എന്നൊക്കെയുള്ള മറുപടികളാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നത്. കൃത്യം 1 മണിക്ക് തന്നെ ഉച്ചയൂണ് വേണം എന്ന് ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പോലീസ് പുറത്തു നിന്ന് ഇയാൾക്കുള്ള ഭക്ഷണവുമായി കൃത്യം 1 മണിയോടുകൂടി തന്നെ എത്തിയിട്ടുണ്ട്. അത് കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നത് മറ്റു പ്രശ്നങ്ങൾ കൊണ്ടല്ല. അയാൾ ഒരു ഷുഗർ പേഷ്യൻ്റാണ്. അതുകൊണ്ട് തന്നെ ആവശ്യപ്പെടുന്ന സമയത്ത് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് അത് വെല്ലുവിളിയാണ്. ഇപ്പോൾ ഇവിടെ വന്ന് ഈ പോലീസുമായുള്ള ചോദ്യം ചെയ്യലാകെ നടക്കുന്നത് കൃത്യമായ സമയത്ത് ഭക്ഷണം എന്നുള്ള കാര്യം മാത്രമാണ് എന്നുള്ളതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാകുന്നത്. നിലവിൽ ഇപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടക്കുന്നത് അത് അന്വേഷണ സംഘത്തിൻ്റെ സ്വയമേയുള്ള തീരുമാനമാണ്. ഏതൊക്കെയോ സ്ഥലത്ത് ദുരൂഹതയുണ്ട് എന്ന ചില ചോദ്യം ചെയ്യലുകളിൽ ഇയാളുടെ വായിൽ നിന്ന് തന്നെ അറിയാതെ വന്നുപോയ ചില സൂചനകളുണ്ട്, ചില ഹിന്റുകളുണ്ട്. ആ ഹിന്റുകളുടെ അടിസ്ഥാനത്തിലാണ്, സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇപ്പോൾ വളരെ ദുഷ്കരമായൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. മണിക്കൂറുകളോളം നീണ്ടേക്കാം. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് അശ്വിൻ പാലാഴി അവിടെ നിന്ന് തത്സമയം നൽകുന്ന വിവരം.